ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ കട്ട്ലേറ്റ് ആണ്. എന്നാൽ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം അല്ലേ. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ചിക്കൻ, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി, പിന്നെ ഉരുളക്കിഴങ്ങും. ആദ്യമായിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി മുറിച്ചിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് തന്നെ ഈ ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചിട്ട് വെന്ത് കിട്ടും. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് എത്ര വിസിൽ വേണോ, അതിപ്പോൾ ഓരോരോ കുക്കറിന് ഓരോ കണക്കാണല്ലോ. അപ്പോൾ ഇതിന് 3-4 വിസിലാണ്. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് രണ്ടും കൂടെ സെപ്പറേറ്റ് ആക്കാം. ചിക്കൻ മാറ്റി വെച്ച ശേഷം ഉരുളക്കിഴങ്ങ് വേറൊരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇത് ഉടച്ചിട്ട് നമുക്കൊരു പാത്രത്തിൽ മാറ്റി വെക്കാം. ശേഷം നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു ഫ്രൈ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് അത് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുക. ആദ്യമായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഒരു പച്ച മണം ഉണ്ട് മസാലയ്ക്ക്, അതൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ ഉള്ളിയും മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പച്ചമണമൊക്കെ പോയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച ഉരുളക്കിഴങ്ങിൽ നിന്ന് മാറ്റിവെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മസാല ഉരുളക്കിഴങ്ങും കൂടെ നന്നായിട്ട് മിക്സ് ആവണം. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് തണിയാൻ വേണ്ടി വെക്കാം, ഈ ഉരുളക്കിഴങ്ങിൻ്റെ മസാല. എന്നിട്ട് നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇതൊന്ന് തണിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും എടുത്തിട്ട് ബോളാക്കി, ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് പരത്തുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാവുന്നതാണ്. പരത്തുന്ന അച്ചൊക്കെ ഷോപ്പിൽ കിട്ടും. എന്നാലും എനിക്ക് കൈ കൊണ്ട് പരത്തുന്നത് കംഫർട്ട് ആയതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഒരു ഹെൽപ്പർ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ആള് നന്നായിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താവും നമുക്ക് കണ്ടറിയാം. എന്തായാലും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ആളുണ്ടാക്കിയ കട്ട്ലേറ്റിൻ്റെ വീഡിയോയും കൂടെ. ഇനി നമുക്കിത് ഒരു ബാറ്ററിലും നമ്മളെ ബ്രെഡ് ക്രംസിലും കൂടെ മുക്കിയെടുക്കാനുണ്ട്. ചില ആൾക്കാർ മുട്ടയാണ് അധികം ആൾക്കാരും യൂസ് ചെയ്യുക. ഞാനിവിടെ കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. കോൺഫ്ലോറിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതും പിന്നെ നമ്മളെ ബ്രെഡ് ക്രംസും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ ബ്രെഡ് കുറച്ച് അധികം പൊടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, അതാണ് ഇങ്ങനെ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇത് നമ്മളെ ബാറ്ററിൽ ആദ്യം മുക്കുക. അതിനുശേഷം ഈ ബ്രെഡ് ക്രംസിലും കൂടെ മുക്കിയെടുക്കുക. അങ്ങനെ എല്ലാ കട്ട്ലേറ്റും ഇങ്ങനെ ചെയ്ത് മാറ്റി വെക്കണം. അങ്ങനെ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് നമ്മുടെ കട്ട്ലേറ്റ് എടുത്തിട്ട് നമുക്കിനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഈ കട്ട്ലേറ്റ് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഓരോരോ കട്ട്ലേറ്റ് വീതം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ കെച്ചപ്പും കൂടെ കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഈവനിങ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് 2 ആൾക്കാരോട് ചോദിക്കാം. ഒരാൾ നമ്മുടെ കൂടെ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ കൂടിയ ആളാണ് കേട്ടോ. എന്തായാലും 2 ആൾക്കും കട്ട്ലേറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നിങ്ങളും കൂടെ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എന്താ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കമൻറ്റിലൂടെ. അതുമാത്രമല്ല ഈ ചാനൽ നിങ്ങളെല്ലാവരും സപ്പോർട്ടും കൂടെ ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.